വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കൂട്ടുകാരില്ലാത്തവരായി നമ്മിലാരും ഉണ്ടാകില്ല. ഒരാളെ കുറിച്ച് അറിയാൻ അയാളുടെ കൂട്ടുകാരനെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവം അനിൽ കാണുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമന്മാരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയെന്ന് മണക്കുമെന്ന് പഴമക്കാർ പറഞ്ഞു എന്നതാണിത്. അനുഭവം തന്നെയാണ് അവരെ ഇങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിലും ചീത്ത പേരുണ്ടായും ചെയ്ത് എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിലേ നമുക്കും നല്ലവരായി തീരാൻ സാധ്യമാകൂ. മഹാനായ തിരുനബി തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല. ആരായിരുന്നു മുത്തനബി തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. നബിക്കൊപ്പം താങ്ങും നല്ലമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ വെച്ച് നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നാമൊക്കെ പഠിച്ചിട്ടില്ലേ? അത് അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ട്സുകൾ. അല്ലാത്തവരെ തൽക്കാലം മാറ്റി നിർത്താം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. നല്ലവരെ കൂട്ടുകാരാക്കി നമുക്കും ഉത്തമന്മാരായി തീരാം ആശംസിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു